ഇന്ന് 2 സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ അഭിനയിച്ച തുടക്കം എന്ന സിനിമ. ഓൾറെഡി ഞാൻ ആ സിനിമയുടെ റിവ്യൂ ചെയ്തു. ജസ്റ്റ് ഞാൻ റിവ്യൂ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്ക് ഈ കമൻറ്റോളികളുടെ വല്ലാത്തൊരു ചൊറിച്ചിൽ ഊത്തലൊക്കെ ആ കമൻറ്റിനകത്ത് കാണാം. നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ തുടക്കം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനൊരു ഹേറ്റ് ക്യാമ്പയിനൊക്കെ വന്നായിരുന്നല്ലോ. നമ്മുടെ മറ്റേ മേജർ മാമനിട്ട ഡയലോഗൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം വിസ്മയ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് കുരുപൊട്ടി ഒലിക്കുന്ന ചില കമൻറ്റോളികൾ. ആ കമൻറ്റോളികൾ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പം അവരങ്ങോട്ട് കിടന്നങ്ങോട്ട് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ എന്തായാലും തൂക്കിയിട്ടുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. വിസ്മയിപ്പിച്ചു എന്നല്ല, വിസ്മയ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നത്തില്ല. രണ്ടാമത്തെ ചിത്രം നമ്മുടെ സ്വന്തം ഡയറക്ടറായിട്ടുള്ള ലോകേഷ് കനകരാജിൻ്റെ DC എന്ന സിനിമ കണ്ടിറങ്ങി. ഒരു പ്രത്യേക മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സിനിമ കേട്ടോ. ഒരു ഗ്യാങ്സ്റ്റർ സിനിമയാണ്, വയലൻസ് ആണ് കൂടുതൽ ഈ സിനിമയ്ക്കകത്ത്. പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, വേറെ ലെവൽ കേട്ടാ. ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ അനിരുദ്ധിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടാ. ആ ഒരു ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് വേറൊരു ലെവലിൽ പോകുന്നുണ്ട്. ഗംഭീര ആക്ഷൻസ് ആണ്, അതുപോലെ തന്നെ കൊടൂര വയലൻസും. ഇതിനകത്ത് അങ്ങനെ എടുത്തു പറയേണ്ട വലിയ താരങ്ങളൊന്നുമില്ല. ലോകേഷിനകത്ത് ദേവദാസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗുണ്ടയുടെ റോളിലാണ് എത്തുന്നത്. പിന്നെ വാമിക ഗബ്ബി, സഞ്ജന നടിമാർ. അതിൽ ഈ വാമിക പുള്ളിക്കാരിയുടെ റോള് കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്. അരുണാണ് ഇതിൻ്റെ ഡയറക്ടർ. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു രക്ഷയില്ല കേട്ടോ. ക്യാമറ വർക്കൊക്കെ കിഡുവാണ്. അതുപോലെ തന്നെ അതിൻ്റെ സിനിമോട്ടോഗ്രാഫി ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. പോലീസുകാരും ഈ ലോക്കൽ ഗുണ്ടകളും തമ്മിലുള്ള ഒരു ഗ്യാങ് വാറാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതൊക്കെ നല്ല കിഡിലായിട്ട് ചെയ്തു. പിന്നെ ഇവരുടെ കൂടെ ഈ ലോകേഷിൻ്റെ കൂടെ ഒരു 3 പേരെ കാണിക്കുന്നുണ്ട്. അവരുടെ പേരെനിക്ക് അങ്ങോട്ട് അറിയാം. അത്ര പോപ്പുലറായിട്ടുള്ള ആക്ടേഴ്സൊന്നും അല്ല, അവരെല്ലാം പുതുമുഖങ്ങളാണ്. പക്ഷെ അവരെല്ലാം കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, കാരണം ആ ഒരു കഥയിലേക്ക് വരുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നമ്മൾ സംവിധായകൻ മാറി, ഇനിയിപ്പോൾ പുള്ളി ഫുൾ ടൈം ഇനി ആക്ടിങ്ങിലേക്ക് പോകുമെന്നൊന്നും അറിയത്തില്ല. പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ എന്നല്ല, അതിനകത്ത് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ആ ഫൈറ്റ് രംഗമാണെങ്കിലും ആ വയലൻസ് രംഗങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വയലൻസ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഈ ഇൻ്റർവെല്ലിന് മുമ്പൊരു ഫൈറ്റ് ഉണ്ട് ഇതിനകത്ത്, അത് കിട്ടിലും ഫൈറ്റ് ആട്ടോ. അതിനുശേഷം പിന്നെ അവസാനത്തെ ആ ഒരു സാധനം പുള്ളി ഇങ്ങനെ കൂളായിട്ട് നൈസായിട്ട് ഇങ്ങനെ സംഭവം ചെയ്തു പോയിരിക്കുകയാണ്. ഇറങ്ങിയിട്ടുള്ള 2 സിനിമകളും കണ്ടു, 2 സിനിമയും ഇഷ്ടപ്പെട്ടു. കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ തുടക്കം എന്ന സിനിമയാണ്, കാരണം അത് വേറൊരു ലെവലായിരുന്നു കേട്ടോ. ഇൻട്രോയിൽ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചു കയറി അങ്ങോട്ട് കസറി കളഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കലും എല്ലാവർക്കും